സർക്കാരിന്റെ വാർഷികം ബിജെപിയെ ഭയങ്കരമായിട്ട് അസ്വസ്ഥാക്കുന്നുണ്ട്. കാരണം എല്ലാ നേതാക്കളും ഇപ്പോൾ പ്രസിഡന്റും പറയുന്നു, മുൻ പ്രസിഡന്റും അല്ല, എന്തിനു അസ്വസ്ഥമാക്കാനാ? കാരണം മൂന്നാം ഭരണം കിട്ടുമെന്ന് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണോ ആളെക്കൂട്ടം വേടന വിളിക്കുന്നത്? മൂന്നാം ഭരണം കിട്ടുമെങ്കിൽ നാട്ടുകാർ വന്നിട്ട് നടത്തി തരില്ലേ? സ്ത്രീ പറയുന്നത് അവരെ ആക്ഷേപിച്ചു എന്നാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇനി ഈ വശത്തെ കണ്ട് കടന്നു പോകരുതെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാർ പറയുന്ന ദളിത് പ്രേമവും സ്ത്രീ വിമോചനവും ഒക്കെ കാര്യത്തോട് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. CMന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ രാഷ്ട്രീയ നിയമനങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്, വലിയ വലിയ ആൾക്കാരാണ്. അവരാണ് പറയുന്നത് ഒരു കേസുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് ആ കേസിൻ്റെ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശക്തമായ നടപടിയല്ല വേണ്ടത്. നീ എൻ്റെ ഈ ഓഫീസിൽ കയറി പോരുമെന്നാണ് പറയുന്നത്. അതാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ സർക്കാരില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുമ്പോഴും മുഖ്യമന്ത്രി ഇങ്ങനെ പോവുകയാണ്. 14 ജില്ലകളും കടന്ന് ഇനി 140 മണ്ഡലങ്ങളും കടന്ന് പോവുകയാണ്. ജനങ്ങൾ പെരുവഴിയിലാണ്. പക്ഷെ സർക്കാർ അപ്പോഴും ഖജനാവിലെ കാശെടുത്ത് കലാപരിപാടികൾ നടത്തി സർക്കാർ വാർഷികം ആഘോഷിക്കുകയാണ്.